അല്ലെ മുത്തുമണി മണിക്കല്ലടേ. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്നോവയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടോ, നമ്മുടെ സ്വന്തം കാശിനാഥൻ കേട്ടോ. അപ്പം ഏട്ടന് വണ്ടൂരങ്ങാടിയില്ല കേട്ടോ, ഇവിടുന്ന് വണ്ടൂർ മഞ്ചേരി റൂട്ടിലാണ് കേട്ടോ ഇവിടുന്ന് കാശിനാഥൻ. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ കാണണമെങ്കിൽ എല്ലാവരും കയറിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ വണ്ടൂരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട, നമ്മുടെ കാശിനാഥിൽ കയറുക, നമുക്ക് കുറച്ച് കായൊക്കെ തരാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത് അങ്ങനെ നാടാട്ടോ, ഞങ്ങൾ ഗ്രാമീണ സുന്ദരമായ നമ്മുടെ സ്വന്തം നാട്. അപ്പോൾ നമ്മുടെ നാട്ടിലൂടെ നമ്മളിന്ന് പോകുന്നത് എൻ്റെ സുഹൃത്ത്, അതായത് നമ്മളെ കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റില്ല, കൂട്ടുകാരൻ എന്ന് പറയാം കേട്ടോ, കളിക്കൂട്ടുകാരനല്ല കൂട്ടുകാരൻ. നമ്മളെ UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ, ഞങ്ങൾ റിയാസ്. സ്പോർട്സിലൊക്കെ ആൾ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഡിസ്കസ് ത്രോയിൽ സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു, ഓന് സ്പോർട്സിൽ സബ് ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു, സ്കൂളിലും ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ആൾ ഇവിടെ വാളൂറങ്ങിലാണ്, അവൻ്റെ ഒരു ബാർബർ ഷോപ്പ് നടത്താണ്, അവൻ്റെ വീട് മുതിരിയിലാണ്. അപ്പോൾ വാളൂറങ്ങിലാണ്, വാളൂറങ്ങിൽ കുറച്ചും കൂടി പോന്നു കഴിഞ്ഞാൽ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്, നല്ല അടിപൊളി ബാർബർ ഷോപ്പാണ്, നല്ല AC ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾ തന്നെ വേഗം ഉള്ളിൽ കയറി കുത്തിരുന്നിരിക്കണം, എന്നാൽ പിന്നെ ചൂടടിച്ചുകൊണ്ട് പുറത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടീനെ കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ചാരുവിൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചു നോക്കിയിട്ടാണ് ഓനെപ്പോഴും പറയുന്നുണ്ട്, ശ്രീകോടനാണ് കൊണ്ടല്ലേ കുട്ടികളെ. അപ്പോൾ ശ്രീകോടനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഫോൺ വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രീകോടൻ എന്താ ഇങ്ങനെ ഫോണൊന്നും വിളിക്കാനും ഇതാക്കാനും നിന്നിട്ടില്ല. എന്നോട് പറഞ്ഞു എനിക്കിവിടെ കുത്തിയിരുന്നോ, ഞാൻ പോകുകയാണെങ്കിൽ ട്രിപ്പ് ഉണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്ന് നമ്മളെ കുട്ടീൻ്റെ കാര്യമല്ലേ നമ്മൾ സെറ്റാക്കണ്ടേ. അപ്പം മുടിയൊക്കെ വെട്ടാൻ വേണ്ടി ഞാൻ ഇരുന്നോളെ പറഞ്ഞു. അപ്പോൾ അതാ കുറേ കടുകുമണികൾ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഫുൾ കമ്പനിക്കാരാണ്, ഇവിടെ ഉള്ളിടത്തുള്ള കുട്ടികളാണ്. അവനാണെങ്കിൽ കുട്ടികളോടൊക്കെ ഭയങ്കര കമ്പനി കേട്ടോ. അപ്പോൾ അടുത്തതായി എൻ്റെ മകൾക്ക് മുടി വെട്ടാൻ വേണ്ടിയൊക്കെ ഇരിക്കുക. അപ്പോഴൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടോ. പിന്നെ ഓളെ തലയോട് തൊട്ടപ്പോൾ പിന്നെ ഓക്ക് പറ്റുമോ, ഓളൊന്നും കാട്ടാനേക്കില്ല കേട്ടോ. ഇനിയാണ് മക്കളെ രംഗം കണ്ടോളി എല്ലാവരും. നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ വെറുതെ വർത്താനം പറയണ്ടല്ലോ.
ഗൈസ് നമ്മളിങ്ങനെ നടന്ന് പോകട്ടെ, നമ്മളെ വീട്ടിൽ ഇനി നടന്ന് കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ കുറച്ച് അധികം വലിയ വണ്ടികളൊന്നും അധികം നല്ലോണം എപ്പോഴും വരാത്ത സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ കുട്ടികളെ നടത്തി ഞാനും കുറച്ച് നേരം എടുത്തും അങ്ങനെയൊക്കെ പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. ഞാനും എൻ്റെ പാറും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറുത് തലേസിൽ നിന്ന് നടക്കുന്നത്, പാറുണ്ട്, വിക്സുട്ടായി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ രണ്ടുണ്ട് പിന്നാലെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിരിക്കുകയാണ്. നല്ല അടിപൊളി ഏരിയയാണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ചാരു ലേസൊക്കെ തിന്നെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ലേസാണല്ലേ ഇഷ്ടം. എനിക്ക് ആദ്യമൊക്കെ ഈ സാധനം തന്നെ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ കുട്ടികൾ തിന്നുന്നുണ്ട് 1 2 ഒക്കെ നമ്മളതിൻ്റെ എടുത്തിട്ടേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇമ്പം വേണോ ചാരുവിന്? നമുക്ക് ഇമ്പം കുടിക്കട്ടോ. പാറുവിനൊരു വലിയൊരു മാച്ചിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഷർട്ട് പോലത്തെ ഒരു കുപ്പായാണ് വെച്ചിട്ട് നല്ല ഇറക്കമുള്ളത്. അപ്പോൾ ഒക്കെ അതന്നെ വേണം പറഞ്ഞപ്പോൾ അതന്നെ എടുത്ത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി പണ്ടൊക്കെ വേലിയരികത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കേട്ടോ. മതിലിനരികിൽ എന്നൊക്കെ പറയും. മതിലൊന്നുമില്ല, പണ്ടെങ്കിൽ ഇതേപോലത്തെ വേലിയാണ്. എല്ലാ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു കളർ ചെടിയിലെ അടിപൊളിയായിട്ടാണ്. പിന്നെ അവിടെ ഒരു ചേഞ്ചി റോസ് ഉണ്ട്, ചഞ്ചി റോസ് ചേഞ്ചി റോസും ഒക്കെ പറയട്ടോ. അപ്പോൾ രാവിലെ വെള്ള കളറും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വെള്ളപ്പൂവാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ റോസ് കളറുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഗ്രാമീണ സുന്ദരമായ നമ്മുടെ പൈങ്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് കേട്ടോ. ഒരു വലിയ കുളമാണ് കേട്ടോ നമ്മളെ കുളം. അപ്പോൾ അടുത്തത് വിക്സുട്ടായി വീണ്ടും ചോദിച്ച് പൊട്ടിച്ച് തിന്നെയാണ് ഇവളൊരു വിക്സുട്ടായിട്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഒരു വിക്സുട്ടായിട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടി രണ്ടാളും കാലുമ്പോൾ തൂങ്ങി കളിക്കുക. ഇതേപോലെയൊക്കെ തന്നെയല്ലേ നിങ്ങൾ കുട്ടികളെ നമ്മൾ അങ്ങനെ തന്നെ. ഞാൻ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ചെറുത് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓളും തന്നെ ക്യാമറേൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാരാ? ചാരു അമ്മേൻ്റെ കാലുമ്പോൾ കയറുന്നുണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് നമ്മൾ. അതുവരേക്കും എല്ലാ മുത്തുമണികളോടും ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.